ഹായ് വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് നമ്മളുള്ളത് ആലുവയിലാണ്. ആലുവയിലെ ക്ലാസിക് സീറ്റ് മേക്കേഴ്സ് എന്ന് പറയുന്ന ടൂ വീലേഴ്സിൻ്റെയൊക്കെ സീറ്റ് മോഡിഫിക്കേഷൻ ചെയ്യുന്ന സ്ഥാപനത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതായത് ഇപ്പം നമ്മുടെ എക്സ്പൾസിൻ്റെ സീറ്റ് മോഡിഫിക്കേഷൻ ചെയ്യാനാണ് വന്നത്. കുറേ കാലമായിട്ട് ഇവിടെ വരണമെന്ന് വിചാരിച്ചിരുന്നു. മെയിനായിട്ട് ഞാൻ കൊല്ലത്തുനിന്ന്, അതായത് കൊല്ലം ടു ആലുവ വരാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് ഇത്രയും നാളും അത് സ്കിപ്പ് ചെയ്ത് പോയത്. അപ്പോൾ ഇന്നൊരു ആവശ്യത്തിന് വേണ്ടി എറണാകുളം വന്നപ്പം എന്തായാലും ഈ ഒരു എന്താ പറയുക, ഈ ഷോപ്പിലൊക്കെ വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ സീറ്റൊക്കെ മോഡിഫൈ ചെയ്തു. അത്യാവശ്യം നല്ലൊരു റിസൾട്ടാണ് ഈ ഒരു സീറ്റ് മോഡിഫൈഡ് കിട്ടിയതും. നല്ല റൈഡിങ് കംഫർട്ടും, അതായത് മെയിനായിട്ട് പറയുകയാണെങ്കിൽ പില്ലിയൻ കംഫർട്ട് നല്ല രീതിയിൽ തന്നെ ഉണ്ടെന്ന് പറയാം. ഓക്കെ, അപ്പൊ അതിനു മുമ്പ് ഈ ഒരു പ്ലേസ് എവിടെയാണ് എന്ന് വെച്ചാൽ, ഇത് ആലുവയിൽ മെട്രോ സ്റ്റേഷൻ അടുത്ത് തന്നെയാണ്. ഓപ്പോസിറ്റ് വന്നിട്ട് KSRTC ഗ്യാരേജ്, അതായത് ഗ്യാരേജ് ജംഗ്ഷൻ എന്നാണ് പറയുന്ന ഈ സ്ഥലത്തിന്. തൊട്ടടുത്ത് തന്നെ ഇന്ത്യൻ ഓയിൽ പമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈ ഒരു സ്ഥലം ഞാൻ അറിഞ്ഞത് യൂട്യൂബ് വഴി തന്നെയാണ്. യൂട്യൂബിൽ ഒരു പുള്ളിക്കാരൻ, അതായത് എക്സ്പൾസിന്റെ തന്നെ സീറ്റ് മോഡിഫിക്കേഷൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഈ സ്ഥലങ്ങളൊക്കെ മെൻഷൻ ചെയ്തിരുന്നു. സോ ആ ഒരു വീഡിയോ ഞാൻ 2-3 വർഷം മുമ്പ് തന്നെ കണ്ടിരുന്നു. സോ അത് ഒന്നും കൂടെ ആ വീഡിയോ തപ്പിപ്പിടിച്ചെടുത്തു. അങ്ങനെ ആ സ്ഥലമൊക്കെ കണ്ടെത്തി ഞാൻ അങ്ങനെ ഇന്ന് വന്ന് സീറ്റൊക്കെ മോഡിഫൈ ചെയ്തു. ഓക്കെ, അപ്പം ഞാൻ അതിനകത്ത് പറയാം ഓരോരോ കാര്യങ്ങൾ. 2-3 ടിപ്സും ഇവർ പറയുന്നുണ്ട്, അതെന്താണെന്നുള്ളതൊക്കെ ഞാൻ പറയാം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ഇതിന്റെ റേറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതിന്റെ കോസ്റ്റ് വരുന്നത് വെച്ചാൽ 2300 അതായത് എക്സ്പൾസിന്റെ ടൂറിംഗ് ആയിട്ടുള്ള ഈ സീറ്റ് മോഡിഫിക്കേഷൻ വന്നിട്ട് 2300 ഫിക്സഡ് റേറ്റ് ആണ് അവർ പറയുന്നത്. അപ്പൊ എനിക്കൊന്ന് 2-3 വർഷം മുമ്പ് ഇവർ പറഞ്ഞു, അതായത് 1800 ആയിരുന്നു. ഇപ്പൊ അതിന്റെ വില 2300. അപ്പൊ എല്ലാ ടൂ വീലേഴ്സിനും ഈ പറയുന്ന 2300 ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. ഇപ്പൊ ഞാൻ അവിടെ ഒരു ബുള്ളറ്റ് കണ്ടിരുന്നു. ബുള്ളറ്റിന് അവർ ചാർജ് ചെയ്യുന്നത് 4300 4200 കണ്ടാണ്. ഓക്കെ, സോ അപ്പൊ അത് മേ ബി ഈ പറയുന്ന ടൂ വീലറിന്റെ ആ ഒരു സൈസിനനുസരിച്ച് മാറുന്നതായിരിക്കും. അത് നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്ത് ചോദിക്കുക അതിന്റെ റേറ്റ് എത്രയാണ് എന്നുള്ളത്. ഓക്കെ, ഇനി റെക്സിന്റെ കാര്യം നോക്കാന്നുണ്ടെങ്കിൽ ഇപ്പം നിലവിൽ അവിടെ ബ്ലാക്കും ബ്രൗണും ഉണ്ട്. അപ്പം ഞാൻ അവിടെ ബ്രൗൺ ആണ് ചോദിച്ചത്. അപ്പം ഒരു വേറെ എന്തെങ്കിലും കളർ ഉണ്ടോ നോക്കിയപ്പം ഇല്ല. ആക്ച്വലി ഞാൻ ബേജ് എന്ന് പറഞ്ഞൊരു കളറാണ് ഉദ്ദേശിച്ച് പോയത്, പക്ഷെ അത് അവിടെ ഇല്ലായിരുന്നു. അതിന് പകരം ഞാൻ ഈ പറയുന്ന ബ്രൗൺ തന്നെയാണ് ചൂസ് ചെയ്തത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു റെക്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ വാങ്ങിച്ചിട്ട് അത് ഇവരെ കൊടുത്തൊന്ന് ചെയ്തു തരാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ സീറ്റിന്റെ ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം നിങ്ങൾക്ക് റാലിയുടെ ആ ഒരു ഷേപ്പാണ് വേണമെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു രീതി തന്നെ ചെയ്തു തരുന്നതാണ്. ഇപ്പം ഞാൻ പോയ സമയത്ത് എക്സ്പൾസ്, അതായത് ടൂറിംഗ് എന്ന് പറഞ്ഞപ്പം ആ ഒരു രീതിയിലാണ് ചെയ്തത്. കാരണം ഒരുപാട് എക്സ്പൾസ് അവർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അവർ ആ ഒരു രീതിയിൽ തന്നെയാണ് എനിക്ക് ചെയ്തു തന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം, ഈ ഒരു റെക്സിനെ അടിക്കുന്ന സമയത്ത് നമ്മളോട് ചോദിക്കും ഇതുപോലെ വയർ ടൈപ്പ് ആണോ വേണ്ടത് അല്ലെങ്കിൽ സ്റ്റിച്ചിങ് ആണോ എന്നുള്ളത്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ സ്റ്റിച്ചിങ് ആണെങ്കിൽ കുറച്ചും കൂടെ കാണാൻ നല്ല രസമായിരിക്കും. അതായത് ആ സ്റ്റിച്ചിങ്ങിന്റെ ഇതൊക്കെ നല്ല വിസിബിൾ ആയിരിക്കും സീറ്റിനകത്ത്. വയർ ടൈപ്പിനകത്തുള്ള ഒരു പ്രത്യേകത വെച്ചാൽ നമുക്ക് വെള്ളം അകത്ത് കയറുന്നത് കുറവായിരിക്കും. സോ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അപ്പം ഞാൻ അതുകൊണ്ട് വയർ ടൈപ്പ് തന്നെയാണ് എടുത്തത്. സോ നിങ്ങൾക്കത് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തൊരു മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾ സീറ്റിനകത്ത് വെള്ളം കയറിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. കാരണം ഞാൻ പോയ സമയത്ത് നല്ല മഴയായിരുന്നു, വെള്ളം ഒരുപാട് അകത്ത് കയറി. അപ്പോൾ ആ ഒരു റെക്സിനെയൊക്കെ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ ഫോമിനകത്ത് മൊത്തം വെള്ളമായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് പിഴിഞ്ഞപ്പോൾ ഒരുപാട് വെള്ളം വന്നു. സോ അപ്പം ആക്ച്വലി ഇവർക്ക് ആ സീറ്റൊക്കെ ചെയ്യണമെങ്കിൽ ഇത് നല്ല ഉണങ്ങിയിരിക്കണം, എന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. ആ സമയത്ത് വേറൊരു ഫോം എനിക്ക് തന്നിട്ടാണ് ഇത് ചെയ്തത്. അപ്പൊ നിങ്ങൾ പോകുന്ന സമയത്ത് ഒരു കാര്യം ഉറപ്പുവരുത്തുക, വെള്ളം കയറിയിട്ടില്ല എന്നുള്ളത്. ഓക്കെ, അതല്ലെങ്കിൽ നിങ്ങൾ 2-3 ദിവസം മുമ്പ് തന്നെ ഒരു കവറോ കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാം, അതായത് വെള്ളം കയറാതെ സൂക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ഈ ഒരു വർക്ക് ചെയ്തിട്ട് നമുക്ക് പോകാവുന്നതാണ്. ഓക്കെ, അപ്പൊ എനിക്ക് വന്നിട്ട് ഒരു 1.5 മണിക്കൂറാണ് എനിക്ക് ഈ ഒരു സീറ്റ് മോഡിഫിക്കേഷൻ വേണ്ടി എടുത്തത്. അതിന്റെ മെയിനായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ, ആദ്യം ഈ ഒരു സീറ്റ് വന്നിട്ട്, അതായത് ആ റെക്സിനൊക്കെ റിമൂവ് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തു. കാരണം ഞാൻ 2-3 റെക്സിനെ അടിച്ചിരുന്നു, അതൊക്കെ റിമൂവ് ചെയ്തപ്പോൾ കുറച്ച് ടൈമായി. പിന്നെ ആ ഒരു ഫോം ഒന്ന് ഉണക്കാനായിട്ടും കുറച്ച് ടൈം എടുത്തു. ഓക്കെ, സോ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഡേ ടൈമിൽ പോവുക. സമയം വന്നിട്ട് രാവിലെ 9 മണിക്കാണ് ഇവർ തുറക്കുന്നത്. 9 മണി തൊട്ട് രാത്രി 8 മണി വരെ. സൺഡേ ഓഫാണ്. ഓക്കെ, അപ്പം ഇതിന്റെ ഫൈനൽ റിസൾട്ട് നോക്കുന്നുണ്ടെങ്കിൽ സൂപ്പർബായിരുന്നു. അതായത് നല്ലൊരു റൈഡിങ് കംഫർട്ടാണ് എനിക്ക് ലഭിച്ചത്. കാരണം ഇതിന് മുമ്പ് ഇരുന്ന സീറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കട്ടിയും കാര്യങ്ങളാണ്. ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യം, അതായത് ഒരു ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്ന സമയത്ത് എനിക്ക് ആ ഒരു സീറ്റിന്റെ ഒരു കംഫർട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. ഇപ്പം എനിക്കുള്ള ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് ഇത്രയും നാളായിട്ട് ഈ ഒരു സീറ്റ് മോഡിഫൈ ചെയ്തില്ല എന്നുള്ളതാണ്. അതിൽ എനിക്ക് ഏറ്റവും നല്ലൊരു സന്തോഷമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ പില്ലിയൻ കംഫർട്ടാണ്. കാരണം മുമ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ പില്ലിയൻ ആ ഒരു സീറ്റ് ഭയങ്കര ചെറുതായിരുന്നു, പക്ഷെ ഇപ്പം നല്ലൊരു വീതിയും കാര്യങ്ങളുണ്ട്, നല്ലൊരു കംഫർട്ടാണ് പില്ലിയൻ ഉള്ളത്. കാരണം എൻ്റെ ഫ്രണ്ട് ഒരാൾ വന്നിരുന്നു, പുള്ളിക്കാരനെ സംബന്ധിച്ചോളം പോയ സമയത്തേക്കാളും തിരിച്ചു വന്നപ്പം പുള്ളി പറഞ്ഞു നല്ലൊരു കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾക്കൊന്ന് നിങ്ങൾ മോട്ടോർ സൈക്കിൾ മെയിനായിട്ട് എക്സ്പൾസും എല്ലാം ഇങ്ങനെ സീറ്റ് എന്തെങ്കിലും മോഡിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസിക് സീറ്റ് മേക്കേഴ്സിനെ ബന്ധപ്പെടുക. അപ്പൊ എനിക്ക് തോന്നുന്നു കൊല്ലം
ട്രിവാൻഡ്രം അങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും എന്താ പറയുക ഈ പറയുന്ന സീറ്റ് മോഡിഫിക്കേഷൻ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. കാരണം അങ്ങനെ ആണെങ്കിൽ മറ്റുള്ളവർക്ക് അതൊരു യൂസ് ആയിരിക്കും. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.